ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. ഇന്നിപ്പോൾ ഇതാ രാവിലെ നല്ല ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ. രാവിലത്തെ ചായ ഉണ്ടാക്കലും ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങളെ ചായ കുടി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ക്ലീനിങ്ങിലാണ്, അതുകൊണ്ട് ചായ കുടിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ മക്കളെ പറഞ്ഞയച്ച് ഞാനും ഇതാ വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയാക്കിയിരിക്കണം കേട്ടോ. എല്ലാവരുടെയും പൊന്തൊക്കെ വെട്ടി ക്ലിയറാക്കി അടിച്ച് വാരി കത്തിക്കുകയാണ് കേട്ടോ ആൾ. ഞാനെന്നും രാവിലെ അടിച്ച് വാരലുണ്ട്, പക്ഷെ ഞാൻ കത്തിക്കില്ല കേട്ടോ. ഒരു ദിവസം എങ്ങാനും ഞാൻ കത്തിച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവേ ഇങ്ങനെ ചപ്പ് കൂട്ടി കത്തിക്കാനൊരു പേടിയാട്ടോ. വേറെ ഒന്നുമല്ല, അപ്പുറം ചുറ്റുപാറും നല്ല ഉണങ്ങിയ ഇലകൾ കരിയിലകൾ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ കത്തിക്കുന്ന ടൈമിൽ ഒന്ന് പാളിയാൽ ആകെ കത്തില്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കത്തിക്കാനൊരു പേടി. അപ്പോൾ ഇതാ കാക്കുന്നെ അതൊക്കെ അടിച്ച് വാരി കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാരി ഇട്ടിട്ട് കാര്യമില്ല, കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കത്തിച്ച് കളഞ്ഞാൽ അങ്ങോട്ട് ക്ലിയർ ആവുമല്ലോ. പിന്നെ കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുല്ലൊക്കെ പറിച്ച് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരുമ്പണടുത്ത് ഞാൻ പറഞ്ഞല്ലോ, റോഡ് സൈഡ് ആകുമ്പോൾ ഒരു മടിയാണ് കേട്ടോ, തിരുമ്പാനൊരു മടി തോന്നുക. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, വണ്ടികളും ഒക്കെ പോകുമ്പോഴൊരു മടിയല്ലേ. അപ്പോൾ എന്തായാലും അവിടെ ഒരു പച്ചനെറ്റ് ഇങ്ങനെ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാതും നല്ല വൃത്തിക്ക് തന്നെ അടിച്ച് വാരി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് അലക്കാൻ കരണ്ടിൻ്റെ പണികൾ കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ അലക്കൽ നിർത്താൻ കഴിയുള്ളൂ കേട്ടോ. ബാക്ക് ഭാഗം പിന്നെ കുറേ ശരിയാക്കാനുണ്ട്. കുഴിയൊക്കെ സെറ്റാക്കിയിട്ടില്ലല്ലോ ഇപ്പോൾ. ഇനിയിപ്പോൾ പൈപ്പൊക്കെ ഇട്ടാൽ കരണ്ടിൻ്റെ പണികളും കുറച്ചും കൂടി ചെയ്യാണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അത് പിന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലക്കൽ ഇവിടുത്തെ അലക്കൽ നിർത്താം. അത് ചെയ്തിട്ട് അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് മോന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുമായിരുന്നു. അപ്പോൾ അവൻ പോയിട്ടില്ല, അതുകൊണ്ട് അവനൊന്ന് ലീവായിരുന്നു. അപ്പോൾ അവനും കൂടെ ഉണ്ട് കേട്ടോ. അവന് ഇങ്ങനെ തീയിൽ കളിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഒരു 10ൻ്റെ കോയിൻസ് കിട്ടിയിട്ടോ. അത് അലക്കുമ്പോഴിങ്ങനെ ചിലപ്പോൾ പോക്കറ്റിൽ നിന്ന് തെറിച്ചതാവും, നല്ല പുതിയൊരു കോയിൻസ്. അപ്പോൾ അതാകെ ചളിയൊക്കെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അവനത് കൊടുത്തപ്പോൾ നൂഡിൽസ് വാങ്ങാൻ അപ്പം തന്നെ അത് കഴുകി വൃത്തിയാക്കി അപ്പം തന്നെ ഓടിയിട്ടോ. അങ്ങനെ എന്തായാലും ഞാനിവിടെ കുറച്ച് കപ്പക്കിഴങ്ങിൻ്റെ വള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുണ്ടോ നോക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാക്കു വള്ളി അവിടുത്തെ പൊന്ത വെട്ടിയപ്പോൾ കൂട്ടത്തിൽ അതും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ കുരുമുളക് വള്ളി ഉണ്ട് അവിടെ. ഞാൻ കുറേ മുന്നേ കാക്കൊരു ചെറിയ 2 തണ്ട് കൊണ്ടുവച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളിങ്ങനെ ഈ കാടിൻ്റെ ഇടയിൽ ആകെ പുല്ല് കെട്ടി നിൽക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പക്കിഴങ്ങിൻ്റെ വള്ളിയൊക്കെ പറിച്ച് കളഞ്ഞിരിക്കണ്. കുറ്റിയുണ്ട് കേട്ടോ, അതിന് അങ്ങനെ തെളുത്തോളും. പിന്നെ അതുപോലെ കറുവത്തിൻ്റെ തൈകൾ ഉണ്ടായിരുന്നു, 2-3 ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 വെട്ടിക്കളഞ്ഞിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ചെടികളൊക്കെ വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എന്തായാലും എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൽ ഇതൊക്കെ മാറ്റിയിട്ട് വേണം പിന്നെ ബാക്കി അവിടെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തൈകൾ വെക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ കാക്കുവിൻ്റെ പണികളൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചായ ചോദിച്ചപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കടി അപ്പമായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടായിരുന്നു, പിന്നെ കറി ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങളൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ അപ്പം ചുടണം, കാക്കുവിനും ചുട്ടിട്ടില്ല. അപ്പോൾ ആദ്യം ഞാനിതാ കുറച്ച് ചായ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചായ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതാണ്. അപ്പോൾ ചായക്ക് ഇവിടെ എപ്പോൾ ചോദിച്ചാലും ചായ ഉണ്ടാവും. ഇനി ചോറ് വെക്കണം, കറി വെക്കണം കേട്ടോ. അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ബീഫ് കറി തലേ ദിവസമായതുകൊണ്ട് അത് ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ വാങ്ങണം. മീൻ എന്തായാലും നമ്മളെ ഫ്രണ്ടിൽ കൂടെ പോകും, ടൗണൊക്കെ ഒന്ന് പോകണ്ട കേട്ടോ. ഒരു 3-4 മീൻകാരന്മാർ ഇതിൽ പോകും കേട്ടോ. ഏത് സമയത്തും മീനും പച്ചക്കറി പറഞ്ഞ പോലെ എല്ലാം കിട്ടും. നമുക്ക് ടൗണിൽ പോകണമെന്നൊന്നുമില്ല. അങ്ങനെ ഇതാ ചായ കാക്കുന്നുള്ള ചായ അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ മീൻകാരൻ വന്നത് കേട്ടോ. അപ്പോൾ വേഗം മീനൊക്കെ ഇതാ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചെമ്പല്ലിയാണ് കേട്ടോ. ചെമ്പല്ലി എന്നൊരു മീനാണ്.
പിന്നെ പുതിയാപ്പിളക്കോര എന്ന് പറഞ്ഞൊരു വേറൊരു മീനുണ്ട്. പുതിയാപ്പിളക്കോര എന്ന് വെച്ചാൽ ഇവിടുത്തെ കിളിമീൻ കേട്ടോ, അതിനെയാണ് പറയുന്നത് കേട്ടോ പുതിയാപ്പിളക്കോര എന്ന്. പലയിടത്തും പല ഭാഷയല്ലേ. അപ്പോൾ ഈ ഒരു മീൻ തൊലി എടുക്കണ മീനാണ് കേട്ടോ. തോല് നല്ല കട്ടിയാവും, മുള്ളും അധികം ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ അധികം ചെറിയ ആരും മുള്ളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ കാക്കൂനുള്ള അപ്പം ഇവിടെ ചുട്ടു കഴിഞ്ഞിട്ടില്ല, ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അധികം ഇഷ്ടമുള്ളൊരു സംഭവം ഇതാണ് കേട്ടോ, കലക്കി പാർന്ന അപ്പം. ഞങ്ങൾ മലപ്പുറംകാരെ സ്പെഷ്യൽ അപ്പമാണ് കേട്ടോ കലക്കി പാർന്ന അപ്പം. ഇത് സിമ്പിളാണല്ലോ ഉണ്ടാക്കാനും. കുറച്ച് തലേ ദിവസം കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ എണീറ്റ് അത് അരയ്ക്കുക, കലക്കുക, ചുടുക, അത്ര പണിയുള്ളൂ. അങ്ങനെ അപ്പം ചുടലും നടക്കുന്നുണ്ട്. ഒരിടത്ത് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയിട്ട് കുക്കറിലാണ്. അപ്പോൾ എന്നും നമ്മൾ കുക്കറിൽ തന്നെയാണല്ലോ വെക്കാറ്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു അപ്പത്തിനുള്ള മാവും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അതും കൂടി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ചായ റെഡിയായി. ഇനിയിപ്പോൾ മീൻ നന്നാക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മീനൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാൻ. വെള്ളം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം ഞാൻ പോയിട്ട് ഓസൊക്കെ ഇട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് പിന്നെയാണ് കേട്ടോ വീണ്ടും വന്നത്. പിന്നെ വെള്ളം പിടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിണറ്റിൽ നിന്ന് അടിക്കേണ്ടി വരും. കിണറ്റിലത്തെ വെള്ളം നമ്മളിപ്പോൾ കുടിക്കാനൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. അത് ബാത്റൂമൊക്കെ തിരുമ്പാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈൻ വെള്ളം, പിന്നെ പഞ്ചായത്തത്തെ വെള്ളം, അതാണ് ഇപ്പോൾ കുടിക്കാനും വെക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല വെള്ളമാണ് അത്. പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളം തന്നെയാണ്. കിണറ്റത്തെ ഇനി എന്തായാലും നേരാക്കണം. നേരാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. കാക്കുവിന് കേട്ടോ ചായ പുറത്തിരുന്നിട്ടാട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ കാലിൽ പൊടിയാണ്, ഞാൻ അകത്ത് കയറുന്നത്, കുറച്ചും കൂടി പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങോട്ട് റോഡ് സൈഡിൽ നിന്ന് അങ്ങോട്ട് മറച്ചിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ടോ. കാണുമൊക്കെ ചെയ്യും കേട്ടോ, പക്ഷെ എന്നാലും ചെറിയൊരു നെഴൽ പോലെയല്ലേ കാണുള്ളൂ. അപ്പോൾ എന്നാലും ഒരു സമാധാനം. അപ്പോൾ റോട്ടിൽ നിന്നിങ്ങനെ അലക്കുമ്പോൾ ഒരു ഇതല്ലേ, അപ്പോൾ അതിന് വേണ്ടി കെട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ ഞാൻ നന്നാക്കിയെടുത്ത് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അത് എല്ലാതും ഒന്നും പൊരിക്കണില്ല, കുറച്ച് തന്നെ പൊരിക്കുള്ളൂ കേട്ടോ. കുറച്ച് ഉണക്കമീനുണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടി കുറച്ച് പൊരിച്ചതുണ്ട്. അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് വെക്കോളും ഉച്ചയ്ക്ക് തട്ടിയും മുട്ടിയും. ഇനിയിപ്പോൾ കുറച്ച് കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറിക്കാരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കപ്പക്കിഴങ്ങ് കേട്ടോ, മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ഒരു മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കാക്കുനോട് വാങ്ങാൻ പറഞ്ഞപ്പോൾ അതാ ഒരു ലോഡ് വാങ്ങിക്കണം കേട്ടോ. ഒരു 2-3 ദിവസത്തിന് എനിക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് ഉള്ളി, ക്യാരറ്റും പിന്നെ കിഴങ്ങുമാണ് കേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. എന്താ വെച്ചാൽ മക്കൾക്കൊക്കെ കേട്ടോ, പെട്ടെന്ന് ചിലപ്പോൾ പറ്റാത്ത കൂട്ടാനൊക്കെ ആണെങ്കിൽ ഒരു കിഴങ്ങെടുത്ത് പൊരിച്ച് കൊടുത്താൽ അവർ ചോറ് കഴിക്കും കേട്ടോ. അങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ മീനും ഒരു ഭാഗത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കപ്പക്കിഴങ്ങൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കറി ഉണ്ടാക്കട്ടെ കേട്ടോ. കറി ഇന്നൊരു തട്ടിക്കൂട്ടിയൊരു സാമ്പാറാണ്. കിഴങ്ങുണ്ട്, അതുപോലെ കുമ്പളങ്ങ, ക്യാരറ്റ്, പയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കഷ്ണമില്ലെങ്കിലും അപ്പോൾ അതിട്ടിട്ടൊരു തട്ടിക്കൂട്ടിയൊരു സാമ്പാർ കേട്ടോ. സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സാമ്പാർ കായം പൊടി ഇട്ടാൽ ഏത് പച്ചക്കറിക്കാണെങ്കിലും ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ വറുത്തരച്ചൊക്കെ അരക്കണ കറി വേറൊരു ടേസ്റ്റാണ്. അതിപ്പോൾ എന്തായാലും ഇന്ന് വെക്കണില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു കറിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണല്ലേ, ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കില്ലേ, എന്തെങ്കിലുമൊക്കെ കറി തട്ടിക്കൂട്ടി കറി ഉണ്ടാക്കും. ഇനി അത് കഴിച്ചോ ഇല്ലേന്നൊന്നുമല്ല, അവിടെ ഒരു അടുക്കളയിലൊരു ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കറി വേണം, ഒരു ഉപ്പേരിയും പൊരിയും വേണം. അത് എന്നത് അങ്ങനെയൊന്നുമില്ല. പറ്റുന്നവർ കഴിക്കും, പറ്റാത്തവർ കഴിക്കില്ല. പറ്റിയിട്ടില്ലെങ്കിൽ അപ്പം പിടിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി കൊടുക്കുകയും ചെയ്യൂലേ. അപ്പോൾ അതാണ് ഞങ്ങൾ സ്ത്രീകൾ കേട്ടോ. അതൊരു പുരുഷനും അങ്ങനെ സാധിക്കില്ല അങ്ങനത്തെ ഒരു പണി. ഈ അടുക്കളയിൽ പെട്ടെന്നൊരു കൂട്ടാൻ ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ ഉണ്ടാക്കാനും ഒരു സാധനം അധികം ഒന്നും ഇല്ലെങ്കിലും നമ്മളത് ഉണ്ടാക്കിയെടുക്കും, അതാണ്. അപ്പോൾ ചോറും കറികളും എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കിഴങ്ങെടുത്തിട്ട് ഞാൻ അതിൻ്റെ തോല് കളഞ്ഞിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്.
അപ്പോൾ കുക്കറിൽ ഇവിടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ ഇതാ പൊരിച്ച് റെഡിയായി. മീൻ ഞാൻ 5 പേർക്കും ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ പൊരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉണക്കമീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ പാടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉച്ചക്കലത്തെ അങ്ങനെ കഴിയും കേട്ടോ. പിന്നെ വൈകിട്ട് എന്തെങ്കിലും കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ കിഴങ്ങും അവിടെ വേകട്ടെ. അതിപ്പോൾ ഞാൻ തന്നെ കഴിക്കുള്ളൂ, വേറെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. വലിയ മോന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെയാണ്. വീണ്ടും കാണാം. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.